അപ്പൊ ഗൈസ് ഞങ്ങളിപ്പോ നിക്കണത് ആന്റിജിന്റെ പെരിയിലാണ് ഗൈസ്. ഇനി വീണ്ടും കല്യാണത്തിന് ഞങ്ങൾ പോകാൻ പോവാണ്. അപ്പൊ കമോൺ. അപ്പൊ ഞങ്ങൾ ആന്റിജിന്റെ കല്യാണത്തിന് കയറാൻ പോവാണ്. ഞങ്ങൾ വീണ്ടും ഡ്രസ്സൊക്കെ മാറി, വൈകുന്നേരത്തെ ഡ്രസ്സൊക്കെ മാറി. ഇപ്പൊ ഇനി എന്താ പറയാ, വൈകുന്നേര കല്യാണം, രാത്രി കല്യാണത്തിന് പോവാണ്. ഞങ്ങൾ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇവിടെ സെറ്റിംഗ് ഒക്കെ തുടങ്ങണുള്ളൂ കേട്ടോ ഗൈസ്. പന്തലൊക്കെ കെട്ടണുള്ളൂ. ഫുഡൊക്കെ ഓല് ഉണ്ടാക്കി തുടങ്ങി. പക്ഷെ പന്തൽ കെട്ടൽ, ലൈറ്റ് ഇടൽ അതൊക്കെ ഓല് ഇപ്പോൾ തുടങ്ങണുള്ളൂ. സ്റ്റേജൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങണുള്ളൂ ഗൈസ്. ഇതാ അവിടെ ഇതാ. പക്ഷെ ഇവിടെ കസാലൊക്കെ വെച്ച് തുടങ്ങി. ഇവിടെ ഐസ് പൊട്ടിക്കണത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ജ്യൂസ് ഉണ്ടാക്കാനല്ല ഗൈസ്. ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് ഒരു ക്യാനിലാക്കിയിട്ട് അതിക്കോല് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വെച്ചുകൊണ്ട് അതുപോലെ തണുപ്പിക്കാൻ വെക്കും. കാരണം ഇതൊന്നായിട്ട് ഫ്രിഡ്ജ് കയറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ട്രിക്കാണ് ഗൈസ് അത്. അപ്പോൾ ഇതാ പനീർ കറി അങ്ങനത്തെ കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, കാരണം UP കാരതായതുകൊണ്ട് തന്നെ. കല്യാണമൊന്നും തുടങ്ങിയിട്ടില്ല, അതിന് കുറച്ച് ടൈം എടുക്കും. രാത്രി കല്യാണമാണല്ലോ. അപ്പം ഞങ്ങളിങ്ങനെ ഇവിടുത്തെ ഗ്രാമങ്ങൾ, വറ്റി വരേണ്ട ഗ്രാമമൊക്കെ ഇങ്ങനെ ഒന്ന് കണ്ട് ആസ്വദിക്കും. ഗൈസ് ഇവിടെ ഫുൾ സെറ്റപ്പ് ആണ് ഗൈസ്. അവിടെ ഗൈസ് ഞാനൊക്കെ ഇവിടെ കടന്ന് ഫോണൊക്കെ കണ്ട് വിശ്രമിക്കുന്നുണ്ട് ഗൈസ്. कैसा है दीदी? दीदी ഞങ്ങളപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഗൈസ്, കാരണം അവിടെ ഫുൾ തിരക്കിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളോട് ആൻറ്റിജി എളുപ്പം കഴിച്ചോളി, പിന്നെ ഫുഡ് കഴിയും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കാൻ നേരില്ലേന് ഞാൻ വേഗം പോയി ഫുഡ് കഴിച്ചു ഗൈസ്. നല്ല രസമുള്ള ഫുഡാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞു ഗൈസ്. അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് പുതിയാപ്പിള വരുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മളെ നാട്ടിലത്തെ പോലെ ഇങ്ങനെ പുതിയാപ്പിളനെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം അങ്ങനെയാണ് വിചാരിച്ചിട്ടോ. പക്ഷെ പുതിയാപ്പിള വരുമ്പോൾ ഗൈസ് പടക്കമൊക്കെ പൊട്ടൽ തുടങ്ങിയപ്പോൾ ഞങ്ങൾ നെട്ടിട്ടോ. കാരണം പടക്കൊക്കെ പൊട്ടിച്ചുകൊണ്ടാണ് പുതിയാപ്പിള വരുന്നതെന്ന് നോക്കി. പിന്നെയാണ് ആൻറ്റിജി പറഞ്ഞത് ഇത് ഇവിടുത്തെ ഒരു ട്രഡീഷനാണ് ഗൈസ്, ഇങ്ങനെയൊക്കെയാണ് പുതിയാപ്പിള അങ്ങോട്ട് വരിക. ഇതാ ഇതിലല്ല കേട്ടോ പുതിയാപ്പിള ഇനി ഇതിൽ ബാക്കിലുള്ള വണ്ടിയിലാണ് കേട്ടോ ഗൈസ്. ഇത് കുറച്ച് ഡാൻസ് കളിക്കുന്ന ടീംസാണ് ഗൈസ്. ഇതാ ഇവലാണ് ഡാൻസ് കളിക്കുന്ന ടീംസ്. ഇവര് എന്താ പറയുക, നമ്മളെ പുതിയാപ്പിളിൻ്റെ അവിടുത്തെ ആൾക്കാരാണ് ഗൈസ്. കളിച്ചിട്ടുണ്ട്. ഓലിക്ക് പാട്ടച്ചെടുത്തു, ഓലിങ്ങനെ കളിക്കും. അതാണ് ഇവിടെ നടക്കുന്നത് ഗൈസ്. ഞങ്ങൾ പുതിയാപ്പിളനെ കാണാനാണ് ഗൈസ് വെയിറ്റിങ്ങിൽ ഇങ്ങനെ നിൽക്കണത് കേട്ടോ. പാട്ടൊക്കെ നല്ല പാട്ടുണ്ട് ഗൈസ് ഇവിടെ. പക്ഷെ കോപ്പിറൈറ്റ് വരുന്നത് വിചാരിച്ചു കണ്ട് ഞാൻ പാട്ടിട്ടില്ല ഗൈസ്. അപ്പോൾ അതാ പുതിയാപ്പിളിൻ്റെ എൻട്രിയാണ് ഇവിടെ നടക്കാൻ പോണത്. ഈ സാധനമൊക്കെ ഇനി മാറി ഇങ്ങനെ ഇവരിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഡാൻസ് കളിക്കും ഗൈസ്. എന്നിട്ട് ഡാൻസ് കളിക്കല്ല, ഇങ്ങനെ വട്ടം കറങ്ങും. എന്നിട്ട് ഇങ്ങനെ പുതിയാപ്പിളേൻ്റെ വണ്ടി ഇങ്ങനെ എൻട്രിയാണ് ഗൈസ്. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ചെയ്യുന്നു ഗൈസ് അത് നേരിട്ട് കാണാൻ. ഞങ്ങളിങ്ങനെ പുതിയാപ്പിള അവിടെ നിന്ന് അനങ്ങണേ ഇല്ല ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പുതിയാപ്പിള അവിടെ തന്നെ ഇരിക്കണ്, അവിടെ നിന്ന് തന്നെയാണ് ഇത് എന്താ ഇവിടെ നിന്ന് അനങ്ങാത്തേ ഞങ്ങളിങ്ങനെ വിചാരിച്ചിട്ടോ. അപ്പോഴാണ് ഗൈസ് മനസ്സിലായത് പുതിയണ്ണിൻ്റെ അപ്പ പുതിയാപ്പിളനെ ആ വണ്ടിയിൽ നിന്ന് എടുത്തുകൊണ്ട് അവിടെ കൊണ്ടുപോയി വെക്കലാണ് ഗൈസ് ഇവിടുത്തെ പരിപാടി. പുതിയാപ്പിള ഫുൾ നോട്ട്, കുറേ പൈസയിൽ കുളിച്ചിട്ടില്ല പുതിയാപ്പിളയാണ് ഗൈസ് വന്നത്. പൈസ എന്ന് വെച്ചാൽ ഇങ്ങനെ പൈസ കൊണ്ട് മാല ഉണ്ടാക്കിക്കാണ്ട് അത് ഇട്ടുകാണ്ടാട്ടോ ഗൈസ് പുതിയാപ്പിള വന്നത്. എന്താ ഇപ്പം പുതിയാപ്പിളനെ ഓല് എടുത്തിങ്ങോട്ട് ഇറക്കും ഗൈസ്. അപ്പോൾ കണ്ടോ ഗൈസ്, ഇവിടെ ഭയങ്കര സന്തോഷമായി, ആകെ ഡാൻസും മാർപ്പുകളിയും ഭയങ്കര ഭോജ്പൂരി പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ ഗൈസ്. അടിപൊളിയായി ഇങ്ങനെ ഇതാക്കുകയാണ്. ഇപ്പോൾ കണ്ടോ പുതിയാപ്പിള സ്വന്തമായി ഇറങ്ങാൻ പാടില്ല, ആരെങ്കിലും കയറ്റിക്കാണ്ടാണ് ഇറങ്ങാൻ പാടുള്ളൂ. അപ്പോൾ എല്ലാവരും അതിനെടുത്ത് മണ്ടുകയാണ് കേട്ടോ ഗൈസ്.
ആ പൂജൻ്റെ സ്ഥലത്തേക്ക് ഇരുത്താൻ വേണ്ടി. കണ്ടോ ഗൈസ്, അതെ ഇപ്പം ഇരുന്ന് പൂജ, ഇപ്പം നമ്മളെ നിക്കാഹിനൊക്കെ കൈ കൊടുക്കണൊക്കെ പോലെ, നമ്മളെ ഓരോ കല്യാണത്തിനൊക്കെ പോലെ ഇങ്ങനെ ഇതാ ഓല് എന്തൊക്കെയോ ചടങ്ങുണ്ട്, അതൊക്കെ നടത്താണ് ഗൈസ്. പിന്നെ ഗൈസ് ഇവിടുത്തെ ഈ ഒരു കല്യാണത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, മൊത്തത്തിൽ ഇവിടെ ഉള്ള എല്ലാ കല്യാണത്തിനും എൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പോൾ വൈകുന്നേരം തുടങ്ങിയ ഈ കല്യാണം രാവിലെ 6 മണി വരെ ഉണ്ടാവും കേട്ടോ ഗൈസ്. ഒരു സൈഡിൽ എന്താ പറയുക പുതിയണ്ണും പുതിയാപ്പിളി ഇരിക്കുന്നു, ഒരു സൈഡിൽ പൂജ, ഒരു സൈഡിൽ ഡാൻസും മാർപ്പുവിളിയും, ഒരു സൈഡിൽ ഭക്ഷണം കൊടുക്കുക, അങ്ങനെ മൊത്തത്തിൽ അപ്പോൾ ഗായ്സ് മൊത്തത്തിൽ 3 മണിയായി. ഞാനൊക്കെ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങാണ് ഗായ്സ്. പുതിയാപ്പിളിയും പുതിയണ്ണും അവിടെ സ്റ്റേജിന്മേൽ നിന്ന് ഉറങ്ങാണ് ഗായ്സ്. ഓലെ ചടങ്ങും നടക്കുന്നുണ്ട്, ഉറങ്ങണുണ്ട്, ഒക്കെ ഉണ്ട്. ഇനി ഇവിടെ നിന്നാൽ ഞാനൊക്കെ ബോധം കെട്ട് ഉറങ്ങേണ്ടി വരും ഗായ്സ്. അതുകൊണ്ട് അപ്പോൾ ഇതിങ്ങനെ ഞങ്ങളെല്ലാവരും പോവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ ഈ ഉത്തർപ്രദേശ് കല്യാണ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് ഞങ്ങളെ സഹായിക്കണം ഗൈസ്. ബൈ ഗൈസ്.